നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. ഇത്രയും റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിലുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിൽ ഒരിക്കൽ പോലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനും റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും അറിയാൻ സാധിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ആ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽ എടുക്കുവാനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹീലിംഗ് കോഡ്സും തരുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു റിച്വലാണ് പറയുന്നത്. ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിച്വലാണ്. നിങ്ങളുടെ പേഴ്സണിനെ മറ്റാർക്കും നിങ്ങളിൽ നിന്നും അകറ്റാതിരിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് പേജ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ദ ഫൂൾ കാർഡ്, 10 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, ദ ഹെർമിറ്റ് കാർഡ്, 5 ഓഫ് സോർഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ഹെയറോഫന്റ്, 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, ദ ടവർ കാർഡ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 9 ഓഫ് വാൻഡ്സ്, 8 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഡെവിൾ കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സിനെ പറ്റി നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്കൊരു നഷ്ടപ്രണയമായിട്ടൊക്കെയാണ് തോന്നുന്നത്. കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരെപ്പോഴൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നിരാശയായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ മെൻ്റലി ആണെങ്കിലും നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു കെയറിങ്, ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രണയത്തിന് ഉപരി നിങ്ങളൊരു വാത്സല്യം നിറഞ്ഞ സ്നേഹമായിരുന്നു ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങളിവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും അത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങളെടുത്ത് കൊടുത്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ കൊടുക്കുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വ്യക്തി കംപ്ലീറ്റ് നിങ്ങൾ കൊടുത്തത് അതുപോലെ തന്നെ തിരിച്ച് തന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യലി ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുടെ അടുത്ത് വന്നാലോ എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആ ഒരു വ്യക്തിക്ക് ഒരു പ്ലാൻ ഉണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്നെ അത് തരണം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് അവരിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, നിങ്ങളുടെ അരികിൽ വന്നാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോവുകയില്ല.
ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ശല്യമാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി പല ആൾക്കാരോടും തിരക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ക്യൂരിയോസിറ്റി എന്നുള്ള രീതിയിലാണ്, ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരുപാട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും നിങ്ങളുടെ എങ്ങനെയാണ്, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ മൂവ് ഓൺ ആയോ, നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തി അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ, നിങ്ങൾ ഹാപ്പിയാണോ അതോ സന്തോഷമാണോ, ഇതൊക്കെ ആരുടെയൊക്കെയോ ചോദിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി അറിയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സന്തോഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ മതി നിങ്ങൾക്ക് സന്തോഷം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയതിന് ശേഷം നിങ്ങൾ സന്തോഷം അനുഭവിക്കരുത് എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ആരുടെത്തെങ്കിലും തിരക്കിയതിന് ശേഷം നിങ്ങൾ സന്തോഷമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് മൂവ് ഓൺ ആയി, നിങ്ങളുടെ ലൈഫിൽ മറ്റേതോ ഒരു വ്യക്തി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണെന്ന് കേൾക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അത് ഇഷ്ടമല്ല എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നിങ്ങളെപ്പറ്റി അറിയുവാനും നിങ്ങളെപ്പറ്റി തിരക്കുവാനും ഭയങ്കര ക്യൂരിയോസിറ്റി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി തന്നെ പല ആൾക്കാരെ കൊണ്ടിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് അവരിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിസ് കോള് അല്ലെങ്കിൽ ഒരു കോള് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പല രീതിയിലുള്ള, അതായത് നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഇവർ പല രീതിയിലും ശ്രമിക്കുന്നുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് മാത്രമാണോ നിങ്ങൾക്ക് സ്നേഹം, അതോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മറ്റു ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന രീതിയിലുള്ള വ്യക്തിത്വമാണോ നിങ്ങളുടേത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ നല്ല രീതിയിലൊരു ഫൈറ്റിംഗ് കാണാം. മിക്ക തവണയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞ് വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വായിൽ നിന്നും മഹാമോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനങ്ങൾ പോലും നിങ്ങളുടെ വ്യക്തി കേൾക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്നും അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം മറ്റാരുടെടുത്തും തുറന്നു പറയാനില്ല എന്നുള്ള കാര്യമൊന്നും നിങ്ങളുടെ വ്യക്തി ഇത് പുറത്ത് ആരെ അറിയിച്ചിട്ടില്ല എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. പുറത്ത് നോക്കുമ്പോൾ, അതായത് മറ്റുള്ള വ്യക്തികൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. അതിന് കുറച്ച് സമയമെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കണമെന്നോ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് എന്താണ്, തേർഡ് പേഴ്സൺ എന്നാണോ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് ആ ഒരു ടൈം അവർ പൊയ്ക്കോട്ടെ, അല്ലാതെ നിങ്ങളുടെ വ്യക്തിയായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇമോഷൻസും പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. പക്ഷേ തേർഡ് പേഴ്സണിൽ നിന്നും കേൾക്കുന്ന പല വാക്കുകളും നിങ്ങളുടെ വ്യക്തിക്ക് ഇൻസൾട്ട് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് കുറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ അപമാനിക്കുകയുണ്ടായി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടില്ല നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. വല്ലാത്തൊരു ക്യാരക്ടർ, അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാവാതെ പക്ഷെ സ്വന്തമായിട്ട് വിഷമം വന്നു കഴിഞ്ഞാലും അതൊക്കെ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത് അവരെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
സ്വന്തമായിട്ട് എന്ത് പ്രശ്നം വന്നാലും അത് സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്ത് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പലതവണ നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു സ്നേഹത്തെ നിങ്ങളുടെ വ്യക്തി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുക. കാരണം അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് എന്തൊക്കെയോ ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്. അത് നിങ്ങളുടെ സ്നേഹമാണെങ്കിലും പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും എല്ലാ തരത്തിലും നിങ്ങളുടെ വ്യക്തി സേഫ് ആയിരുന്നു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇനിയും അനുഭവിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരുടെ ആവശ്യം എങ്ങനെ നിങ്ങളിൽ കൂടി നേടിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇനി റീസ്റ്റാർട്ട് ചെയ്താലും നിങ്ങളറിയാതെ പല കാര്യങ്ങളും രഹസ്യമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ശരിക്കും ഒരു വിഷമാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാവുക, പിന്നെയും റീയൂണിയൻ സംഭവിക്കുക, അത് തന്നെയായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ബ്രേക്കപ്പ് ഉണ്ടായാലും റീയൂണിയൻ സംഭവിച്ചാലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തേർഡ് പേഴ്സൺ എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന നിങ്ങളെ ഒട്ടും, അതായത് നിങ്ങൾ ഒരിക്കലും അറിയാത്ത രീതിയിൽ കൊണ്ടുപോകുന്നൊരു റിലേഷൻഷിപ്പ്, വളരെ രഹസ്യമായിട്ടുള്ളൊരു ബന്ധം നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു പ്രശ്നക്കാരി അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് തന്നെ വരുമെന്നും കാണുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിരാശപ്പെട്ട് ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് ഒരു തേർഡ് പേഴ്സൺ ആവാനുള്ള സാധ്യതയല്ല കാണിക്കുന്നത്. ഒരു 2 to 3 റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. മാക്സിമം നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കും എന്നുമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്തുണ്ടായപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടായോ അതേ രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയും വരും. നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന്, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മടുത്ത് എന്നുള്ളൊരു അവസ്ഥ തന്നെ നിങ്ങൾക്ക് വരും. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ തന്നെ പിന്മാറാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മെൻ്റൽ ഡിപ്രഷൻ, ഒരു സ്വസ്ഥതയില്ലായ്മ, എപ്പോഴും ദുഃഖം, നിങ്ങളുടെ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും റിപ്പീറ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും, അതായത് ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി രക്ഷ നേടാൻ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു വ്യക്തി ആ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശമില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു വ്യക്തിക്ക് പല ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പോഴും ഈ ഒരു വ്യക്തി ശരിക്കും സെൽഫിഷായിട്ട് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചിട്ട് ആ വ്യക്തി ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, മറ്റാരെയൊക്കെയോ ഇടപാട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. നിങ്ങൾ സന്തോഷമാണെന്നറിയുമ്പോൾ ആ വ്യക്തിക്ക് മാനസികമായിട്ട് പ്രശ്നം വരും. നിങ്ങളങ്ങനെ സന്തോഷിക്കണ്ട. ആ ഒരു വ്യക്തി ഇല്ലാത്ത ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കണ്ട. നിങ്ങൾ സന്തോഷമാണ് എന്നറിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര സംശയമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായോ, അവരറിയാതെ വേറെ ഏതെങ്കിലും പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ? അവർ ചിന്തിക്കുന്നത് മുഴുവനും അവരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ ഒരു എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടായോ എന്നുള്ളത്. ഇതിനകത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്തെന്നാൽ,
നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പോലും ആരടുത്തും ഇപ്പോൾ തൽക്കാലം ഷെയർ ചെയ്യേണ്ട. എല്ലാവരുടെ അടുത്തും നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പിയായി നിങ്ങൾ മൂവ് ഓൺ ആയി എന്നുള്ള രീതി തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ധരിപ്പിക്കുക. കാരണം അങ്ങനെ ധരിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുകയുള്ളൂ നിങ്ങളില്ലാതെ, അതായത് നിങ്ങളുടെ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമായിരിക്കും കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ദുഃഖത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടയുണ്ടാക്കാതിരിക്കുക. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് തരാനുള്ള ഒരു ഉപദേശം എന്തെന്നാൽ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ടാണ് നിങ്ങൾ ഇത്രയും സങ്കടം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ മറ്റാരുടെടുത്തും പറയാതിരിക്കുക. നിങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് സുഹൃത്തിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ആരുടെടുത്തും പറയാതിരിക്കുക. ഇത് നിങ്ങൾ പറയും തോറും നിങ്ങളുടെ വ്യക്തി സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ മറ്റാരും ഇനി കടന്നു വരില്ലല്ലോ, അവർക്ക് മാത്രമാണല്ലോ സ്ഥാനം. ഒരിക്കലും നിങ്ങളെ ഒരു ഓപ്ഷൻ ആക്കാതിരിക്കുക. അതായത് തേർഡ് പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാം, നിങ്ങളുടെ അടുത്ത് എപ്പോഴും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിന് കൊടുക്കാതിരിക്കുക. അത് അവരിൽ അഹങ്കാരം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു വാല്യൂ അവിടെ നഷ്ടപ്പെടുന്നതാണ്. ഇതാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. ഇനി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു റിച്വലാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം ചന്ദനത്തിരിയാണ്. സാധാരണ ഒരു ചന്ദനത്തിരി എടുത്താൽ പോലെ റോസ് കൊണ്ടിട്ടുണ്ടാക്കി, അതായത് റോസാപ്പൂവിൽ നിന്ന് ആ ഒരു എസെൻസ് വെച്ചിട്ടുണ്ടാക്കിയ ചന്ദനത്തിരി കിട്ടും വാങ്ങിക്കാൻ. ആ ഒരു ചന്ദനത്തിരിയാണ് ഈ ഒരു റിച്വൽ ചെയ്യുവാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് കൂടാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ, കർച്ചീഫാവാം, നിങ്ങളുടെ ഡ്രസ്സാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, കർച്ചീഫോ, നിങ്ങളുടെ പേഴ്സൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേഴ്സോ, ഡ്രസ്സോ, ഫോട്ടോസോ, അങ്ങനെ എന്തുമാകാം. ഇത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ വസ്തുവും ആ ഒരു പേഴ്സൻ്റെ വസ്തുവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റാപ്പിളർ അടിച്ച് ഒന്ന് ചേർത്ത് വെച്ചാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റോസാപ്പൂവിൻ്റെ ചന്ദനത്തിരി ഉണ്ടല്ലോ, അഗർബത്തി, അതൊന്ന് കത്തിച്ചതിന് ശേഷം അതിൻ്റെ പുക അത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേഴ്സണൽ തിങ്, അതെന്തോ ആവട്ടെ, നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കുക. അത് നിങ്ങൾ ഉപയോഗിച്ചതും നിങ്ങളുടെ വ്യക്തി ഉപയോഗിച്ചതും ആയിരിക്കണം എന്ന് മാത്രം. ഈ ഒരു വസ്തുവിലിട്ട് ഈ ഒരു സ്മോക്ക് നിങ്ങൾ കൊടുക്കുക. നല്ലോണം സ്മോക്ക് ചെയ്യണം. അതിനുശേഷം ഇത് രണ്ടും മടക്കിയെടുത്ത് സൂക്ഷിച്ച് പുതിയൊരു ബാഗിൽ സൂക്ഷിക്കുക. ഇത് ഡെയിലി ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരക്കി, നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ച് നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതം ഇല്ല. നിങ്ങളുടെ വ്യക്തി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഇതൊക്കെ പൂർണ്ണമായും വിശ്വസിച്ചിട്ട് വേണം ഈ ഒരു റിച്വൽ ചെയ്യാൻ. ഇത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ റീഡിംഗ് എടുത്തപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആ ഒരു ചിന്ത കൂടിക്കൊണ്ടേയിരിക്കും. അത് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻസ് വരും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഉടനെ എത്തണം എന്നുള്ളൊരു ചിന്ത വരും. അവർ നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ള ചിന്ത വരും. അതിനായിട്ട് ചെയ്യുന്ന ഒരു റിച്വലാണിത്. ഇത് ചെയ്യുമ്പോൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് ചെയ്യുക. ഒരിക്കലും നെഗറ്റീവ് ചിന്തയായിട്ടോ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് റിവെഞ്ച് എടുക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയോ ചെയ്യാണ്ടിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് തിരിച്ചടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിക്ക് സാമ്പത്തികം കൊടുത്തിട്ട്, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ ക്യാഷിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് സാമ്പത്തികം വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ സാമ്പത്തികം കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ഒരിക്കലും നീണ്ടു നിൽക്കുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, അത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ബ്രേക്കപ്പായി, തേർഡ് പേഴ്സൺ ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക്ക്, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്ത് പ്രശ്നമാണെങ്കിലും കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സോൾവ് ആവുന്നതുമാണ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അത് യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.